ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സിമ്പിളും ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. തേങ്ങ ഒന്നും അരച്ചൊഴിക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ്, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ടയ്ക്കുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ അതിനനുസരിച്ച് എന്തായാലും നിങ്ങൾ കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ അങ്ങ് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് പോവട്ടെ കേട്ടോ. തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക, നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എരിവ് ഓവറായിട്ട് പോകണ്ട കേട്ടോ, ഒരു പാകത്തിന് ചേർത്താൽ മതി. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മളിതിൽ. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്കൊരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ചേർത്താൽ മതി കേട്ടോ തക്കാളി. ഈ തക്കാളി അരച്ചതിൻ്റെ ആ ഒരു പച്ചച്ചുവ പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് തക്കാളിയുടെ ആ ഒരു മൊത്തത്തിലുള്ള പുളിയും കാര്യങ്ങളൊക്കെ നമ്മളെ കറിയിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തക്കാളി എടുത്താൽ മതി കേട്ടോ. 2 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില വേണം. മല്ലിയില ഒന്നിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കരിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളും ചേർത്ത് വെക്കുക, നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു പിടി കരിവേപ്പില അത്രേ എടുക്കുന്നുള്ളൂ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്നും അരക്കാണ്ട് തന്നെ നമുക്ക് തേങ്ങ അരച്ച ആ ഒരു പരുവത്തിൽ നമുക്ക് കറി ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ ഈ കറി ഉണ്ടല്ലോ ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് 4 മുട്ട എടുത്തിട്ട് അതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 വര അങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളിൽ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മല്ലിയില ഇട്ടെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് അത്യാവശ്യം ചേർത്തതുകൊണ്ട് കൂടി പോകണ്ടെന്ന് വിചാരിച്ച് ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നീട്ടാം കേട്ടോ. ഞാനിവിടെ ഒരു പാകത്തിന് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൂ. വല്ലാണ്ടെങ്കിൽ റോസ്റ്റും അല്ല, എന്നാൽ പറ്റ നീണ്ട ഒരു കറിയല്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.